ഹായ് ഗൈസ്, ഞാൻ നിങ്ങൾക്കിന്ന് കാണിക്കാൻ പോകുന്നത് തേജസ്വിനി പുഴയുടെ അതിമനോഹരമായ ദൃശ്യവും ഒരു പാലവുമാണ്. നമ്മളിപ്പോൾ ഇറങ്ങുന്നത് കുണ്ടത്തേക്കാണ്. പാമ്പരിങ്ങാരിൽ നിന്ന് കുണ്ടത്തേക്ക് പോകുന്ന റോഡാണിത്. എത്ര മനോഹരമാണ് നമ്മുടെ നാടല്ലേ. എനിക്കത് യാത്രയോടൊന്നും ഇത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ എല്ലാം വീഡിയോ കണ്ട് പ്രകൃതിയെ ഇങ്ങനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇഷ്ടം തോന്നി. ഇപ്പോൾ ഒരു യാത്ര പതിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെവിടത്തേക്ക് എത്തുന്നൊന്നും അറിയില്ല. ഈ കുണ്ടൻ നാട്ടിലേക്ക് തന്നെ വന്നിട്ട് ഞാൻ ഒരു 2-3 മാസമായി. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണിത്. ആ കാണുന്നതെല്ലാം മലകളാണ്. ഇവിടെ വലിയ ഇറക്കാണ് താഴേക്ക്. എന്താ പച്ചപ്പ് നോക്കിയേ. നല്ല സിനിമാറ്റിക്കായിട്ട് കാണുന്നില്ല നമ്മുടെ നാട്. ഇതൊക്കെ റബ്ബർ മരങ്ങളാണ് കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. മുമ്പ് മൊത്തം നമ്മുടെ നാട്ടിൽ കശുമാവിൻ തൈകളാണ് ഉണ്ടായത്. ഇപ്പം മൊത്തം റബ്ബറായി. ഇവിടെ വരുന്നത് ഭയങ്കര ഇറക്കാണ്. ഇവിടെ വരുന്നത് ബ്രേക്കെല്ലാം കുറഞ്ഞാൽ പണി കിട്ടും ഗായ്സ്, പണി കിട്ടും. ആഹാ, നമ്മുടെ തേജസ്വിനി പുഴ എത്തിയിരിക്കുന്നു കേട്ടോ. ആ പാലാണ് ഇവിടെ. ഏതായാലും നമുക്ക് കുറച്ച് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. കുറച്ചും കൂടെ ഇവിടെ വരട്ടെ. ഓക്കെ, ആഹാ, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം ഗൈസ്. ബോർഡെല്ലാം ഉണ്ട്. എന്നാൽ ബോർഡിന് എഴുതി നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ. കോടികൾ മുടക്കി എല്ലാ പാലവും പൊളിഞ്ഞു പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ നോക്ക്, കരാറുകാരൻ്റെ പേരും ഫോൺ നമ്പറും അടക്കം കൊടുത്തിന്. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ട്. കാരണം അത്രയും ആത്മാർത്ഥതയോടെ പണിയെടുത്ത ആ കരാറുകാരന് ഒരു ബിഗ് സല്യൂട്ട് ആദ്യം കൊടുക്കുക. ഒന്നും പറയാനില്ല. ഇവിടെ തേജസ്വിനി പുഴയാണ്. തേജസ്വിനി പുഴയുടെ ഈ മഴക്കാലത്തെ ഈ മനോഹര ദൃശ്യമാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്നത്. എത്ര മനോഹരമാണെന്ന് നോക്കി. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ ദിവസമായി. ഒരു 2-3 മാസമായി തോന്നുന്നു ഇവിടെ വന്നിട്ട്. ഇവിടെ ഒരു അമ്പലത്തിൽ ഉത്സവമുണ്ട്. അവിടെയെല്ലാം ഇടയ്ക്ക് ഉത്സവത്തിനെല്ലാം വരാറുണ്ട്. ഇപ്പം നോക്ക്, എന്ത് രസമാണ് നോക്ക് തേജസ്വിനി പുഴ. ഇത്ര മനോഹരമായ ദൃശ്യം. ഈ പുഴക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഈ സ്ഥലത്ത് ഈ പാലം വരുന്നതിന് മുമ്പിൽ ഇവിടെ ഒരു തോണി ഉണ്ടായിരുന്നു. ആ സ്ഥലത്തേക്ക് അക്കരയും ഇക്കരയും കടത്തുന്നൊരു ചെറിയ തോണി. എന്ത് രസമാണെന്ന് നോക്കി. നിങ്ങൾക്കെല്ലാവർക്കും തേജസ്വിനി പുഴ ഇങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നാൽ മതി. നമ്മളെ എല്ലാ മനോഹരമായ ദൃശ്യവും കൊണ്ട് നമ്മുടെ തേജസ്വിനി പുഴ ഇവിടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും വന്ന് കാണാം. ഇനി നമുക്ക് അങ്ങോട്ട് നോക്കാം, അവിടെ എങ്ങനെ കാണുന്നതെന്ന്. നല്ല കാഴ്ചയല്ലേ. അങ്ങ് കാണുന്നത് ഒരമ്പലമാണ്. ഈ അമ്പലത്തിനും ഇവിടെ ഒരു പള്ളിയുണ്ട്.
ഈ അമ്പലത്തിനും പള്ളിക്കും ഒരു ചരിത്രമുണ്ട്. അത് പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അതൊക്കെ പറയാൻ നിന്നാൽ വീഡിയോ വലിയ ലെങ്ത്ത് കൂടും, അത് വേണ്ട. അപ്പോൾ ഈ കാഴ്ചകളൊന്നും നിങ്ങളെ കാണിച്ചിട്ട് നേരെ ഒന്ന് വീട്ടിലേക്ക് മടങ്ങി പോകാമെന്ന് വിചാരിക്കുന്നു. ഓർമ്മകൾ കാത്തുപോയി നിറമഴയിലെ നിഴലായി, മിഴികൾ മറന്നൊരു പുഞ്ചിരി പുതിയൊരു പ്രണയമായി, കണ്ണീരിൽ നനഞ്ഞ ഹൃദയം ഒന്നറിയാതെ ഒഴുകിയ നിന്റെ ഓർമ്മകളിൽ മറഞ്ഞു പിന്നെയും നിന്നെ തേടിയ, കണ്ണീരിൽ നനഞ്ഞ ഹൃദയം ഒന്നറിയാതെ ഒഴുകിയ നിന്റെ ഓർമ്മകളിൽ മറഞ്ഞു പിന്നെയും നിന്നെ തേടിയ, എന്റെ മനസ്സിന്റെ തീരത്തിൽ ആഴങ്ങളിൽ നീ മാറി പിടിപ്പിച്ചു പോയി നീ ഇനി ഹൃദയം മുട്ടാതെ. നിനക്കൊരു പ്രണയം ഇവിടെ വരാനിടമായി, എന്റെ ഹൃദയം പറവയായി ഇനി നിന്നെ ഓർക്കും. ഹായ് ഗൈസ്, എന്നാൽ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക.